Hi, my dear ones. Welcome to CSCB Ranker, your one-stop channel for cracking CSCB exams in Kerala. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സെക്ഷൻ 40 ആയിരുന്നു പഠിച്ചത്. അതിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. Under section 40 subsection 1, who has the power to remit stamp duty and fees in respect of societies? Answer: Government. സെക്ഷൻ 40 സബ്സെക്ഷൻ 1 പ്രകാരം സ്റ്റാമ്പ് ഡ്യൂട്ടിയും മറ്റുള്ള ഫീസുകളും അടയ്ക്കുന്നതിൽ നിന്ന് സൊസൈറ്റിയെ ഒഴിവാക്കാനുള്ള പവർ ആർക്കാണ് കൊടുത്തിരിക്കുന്നത്? അത് ഗവൺമെൻറ്റിനാണ്. നെക്സ്റ്റ്, സെക്ഷൻ 40 സബ്സെക്ഷൻ 1 empowers the government to remit stamp duty chargeable under which act? Answer: Kerala Stamp Act 1959. സെക്ഷൻ 40 സബ്സെക്ഷൻ 1 പ്രകാരം ഗവൺമെൻറ്റിന് ഈ സ്റ്റാമ്പ് ഡ്യൂട്ടിയും അത് മറ്റുള്ള ഫീസുകളും അടയ്ക്കുന്നതിൽ നിന്ന് സൊസൈറ്റിയെ മാറ്റി നിർത്തുന്നുണ്ട്, ഒഴിവാക്കുന്നുണ്ട്. അത് ഏത് ആക്ട് പ്രകാരമാണ്? കേരള സ്റ്റാമ്പ് ആക്ട് 1959 പ്രകാരമാണത്. ഈ സ്റ്റാമ്പ് ആക്ട് എന്നാണ്, അത് ഏതാണെന്നൊക്കെ ക്വസ്റ്റ്യൻ വരാം കേട്ടോ. അപ്പോൾ അതും ശ്രദ്ധിക്കണം. കേരള സ്റ്റാമ്പ് ആക്ട് 1959. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി റെമിറ്റഡ് അണ്ടർ സെക്ഷൻ 41A? ആൻസർ: സ്റ്റാമ്പ് ഡ്യൂട്ടി ഓൺ ഇൻസ്ട്രുമെൻറ്റ്സ് എക്സിക്യൂട്ടഡ് ബൈ എ സൊസൈറ്റി. സെക്ഷൻ 40 സബ്സെക്ഷൻ 1A പ്രകാരം ഏതിൽ നിന്നാണ് സൊസൈറ്റിയെ ഒഴിവാക്കിയിരിക്കുന്നത്? അത് സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ നിന്നാണ്. എങ്ങനെയുള്ളത്? സൊസൈറ്റി നടപ്പിലാക്കുന്ന ചില രേഖകളിലെ സ്റ്റാമ്പ് ഡ്യൂട്ടിയിൽ നിന്നും സൊസൈറ്റിയെ ഒഴിവാക്കിയിരിക്കുന്നു. നെക്സ്റ്റ്, ക്വസ്റ്റ്യൻ നമ്പർ 4. സെക്ഷൻ 40 സബ്സെക്ഷൻ 1B provides exemption from which of the following? Answer: കോർട്ട് ഫീസ് ആൻഡ് രജിസ്ട്രേഷൻ ഫീസ്. സെക്ഷൻ 40 സബ്സെക്ഷൻ 1B പ്രകാരം സൊസൈറ്റിയെ എന്തിൽ നിന്നുമാണ് ഒഴിവാക്കിയിരിക്കുന്നത്? അത് കോർട്ട് ഫീയും രജിസ്ട്രേഷൻ ഫീയിൽ നിന്നും സൊസൈറ്റിയെ ഒഴിവാക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്ഷൻ 40 സബ്സെക്ഷൻ 2 empowers the government to exempt societies from taxes on 1. agricultural income, 2. സെയിൽ ഓർ പർച്ചേസ് ഓഫ് ഗുഡ്സ്, 3. പ്രൊഫഷൻസ്, ട്രേഡ്സ്, കോളിങ്സ്, എംപ്ലോയ്മെൻറ്റ്സ്, 4. ഇൻകം ഫ്രം ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്സ്. ചൂസ് ദി കറക്റ്റ് ഓപ്ഷൻ. ആൻസർ ഈസ് 1, 2, 3. സെക്ഷൻ 40 സബ്സെക്ഷൻ 2 പ്രകാരം ഗവൺമെൻറ് സൊസൈറ്റികളെ ഏതെല്ലാം തരത്തിലുള്ള ടാക്സുകളിൽ നിന്നാണ് ഒഴിവാക്കിയിരിക്കുന്നത് എന്നാണ്. അത് നമ്മൾ പഠിച്ചിരുന്നു. ഒന്നാമതായി പറഞ്ഞു അഗ്രികൾച്ചറൽ ഇൻകം, അതായത് കൃഷിയുമായി ബന്ധപ്പെട്ട വരുമാനം, അതിന് ടാക്സ് ഉണ്ടാവില്ല. അതുപോലെ സെയിൽ ഓർ പർച്ചേസ് ഓഫ് ഗുഡ്സ് പർച്ചേസ് ചെയ്യുകയും സെയിൽ ചെയ്യുകയും വിൽപ്പനയും വാങ്ങലും നടത്തുന്ന സമയങ്ങളിലുള്ള ടാക്സ്. അതുപോലെ തൊഴിൽപരമായിട്ട് വ്യവസായങ്ങളുമായിട്ടും വ്യാപാരങ്ങളുമായിട്ട് നടത്തുന്ന അതിൽ നിന്നും വരുന്ന ടാക്സ്. ഇത് മൂന്നുമാണ് നമ്മൾ പഠിച്ചത്. എന്നാൽ വിദേശ നിക്ഷേപത്തിൽ നിന്നും വരുന്ന വരുമാനം അതൊന്നും ഈ സെക്ഷനിൽ പറയുന്നില്ല. അപ്പോൾ ആദ്യം പറഞ്ഞിരിക്കുന്ന 3 കാര്യങ്ങളിലുള്ള ടാക്സിനെയാണ് ഒഴിവാക്കിയിരിക്കുന്നത് സെക്ഷൻ 40(2) പ്രകാരം. നെക്സ്റ്റ്, ക്വസ്റ്റ്യൻ നമ്പർ 6. എക്സംഷൻ ഫ്രം അഗ്രികൾച്ചറൽ ഇൻകം ടാക്സ് അണ്ടർ സെക്ഷൻ 40 സബ്സെക്ഷൻ 2 ക്യാൻ ഗിവൺ ബൈ? ആൻസർ: സ്റ്റേറ്റ് ഗവൺമെൻറ് ത്രൂ ഗസറ്റ് നോട്ടിഫിക്കേഷൻ. ഇവിടെ പറയുന്നു സെക്ഷൻ 40(2) പ്രകാരം ഇൻകം ടാക്സിൽ നിന്നും അഗ്രികൾച്ചറൽ ഇൻകം ടാക്സിൽ നിന്നും സൊസൈറ്റിയെ ഒഴിവാക്കിയിരിക്കുന്നു. അത് എങ്ങനെ സാധ്യമാകുമെന്നാണ് ഗവൺമെൻറ്റിന്. അത് ഗവൺമെൻറ് ഗസറ്റ് നോട്ടിഫിക്കേഷൻ ഇറക്കി സൊസൈറ്റിയെ ഇതിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്നു എന്നുള്ള അങ്ങനെയാണ് അതിൽ നിന്നും ഒഴിവാക്കുന്നത്. നെക്സ്റ്റ്, സെക്ഷൻ 40 subsection 2C mentions exemption from tax on which of the following? Answer: professions, trades, callings and employments.
സെക്ഷൻ 42(C) പ്രകാരം ഏതൊക്കെ തരത്തിലുള്ള ടാക്സിൽ നിന്നാണ് ഒഴിവാക്കിയിരിക്കുന്നത്? അത് പ്രൊഫഷൻസ്, ട്രേഡ്സ്, കോളിങ്സ് ആൻഡ് എംപ്ലോയ്മെൻറ്റ്സ്. അതായത് തൊഴിൽപരമായിട്ടും വ്യാപാരപരമായിട്ടുമൊക്കെ ഉണ്ടാകുന്ന ടാക്സുകളിൽ നിന്നും ഒഴിവാക്കിയിരിക്കുന്ന അത് സെക്ഷൻ 42(C)യിലാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് അടുത്ത സെക്ഷൻ നോക്കാം. സെക്ഷൻ 41 എക്സംഷൻ ഫ്രം കമ്പൽസറി രജിസ്ട്രേഷൻ ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ്. Nothing in clauses B and C of subsection 1 of section 17 of the Indian Registration Act 1908, Central Act 16 of 1908, or sections 54 and 59 of the Transfer of Property Act 1882, Central Act 4 of 1882 shall apply to A. Any instrument relating to shares in a society, notwithstanding that the assets of the society consist in whole or in part of immovable property or ഇൻസ്ട്രുമെൻസിൻ്റെ അല്ലെങ്കിൽ രേഖകളുടെ നിർബന്ധിത രജിസ്ട്രേഷനിൽ നിന്നും സൊസൈറ്റിയെ ഒഴിവാക്കിയിരിക്കുന്നതാണ് സെക്ഷൻ 41. അതിനെക്കുറിച്ചാണ് പറയുന്നത്. 1908 ഇന്ത്യൻ രജിസ്ട്രേഷൻ ആക്ട് സെക്ഷൻ 17 സബ്സെക്ഷൻ 1 B and C, അല്ലെങ്കിൽ 1882 ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് സെക്ഷൻ 54, 59 എന്നിവയിലൊക്കെ പറയുന്ന വ്യവസ്ഥകൾ താഴെ പറയുന്ന കാര്യങ്ങൾക്ക് ബാധകമല്ല. അതേതൊക്കെയാണെന്ന് നോക്കാം. ഒരു സൊസൈറ്റിയിലെ ഷെയർസുമായി ബന്ധപ്പെട്ട രേഖകൾ, അത് സൊസൈറ്റിയുടെ ആസ്തിയാണ്, അസറ്റാണ്. അത് പിന്നെ സ്ഥാവര സ്വത്തായാലും അല്ലാതെ ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് ഉണ്ടെങ്കിൽ അതും രജിസ്റ്റർ ചെയ്യേണ്ടതായിട്ടുള്ള ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അതായത് സൊസൈറ്റിയിലെ ഓഹരികളുമായി ബന്ധപ്പെട്ട രേഖകൾക്ക്, അതായത് ഷെയറുമായി ബന്ധപ്പെട്ട രേഖകൾക്ക് സൊസൈറ്റിക്ക് ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് ഉണ്ടായാൽ പോലും അതൊന്നും നിർബന്ധിത രജിസ്ട്രേഷന് ആവശ്യമില്ല എന്നുള്ളതാണ്. നെക്സ്റ്റ് പോയിൻ്റായി പറയുന്നത് എനി ഡിബഞ്ചേഴ്സ് ഇഷ്യൂഡ് ബൈ എനി സച്ച് സൊസൈറ്റി ആൻഡ് നോട്ട് ക്രിയേറ്റിംഗ്, ഡിക്ലെയറിംഗ്, അസൈനിങ്, ലിമിറ്റിംഗ് ഓർ എക്സിക്യൂഷിംഗ് എനി റൈറ്റ്, ടൈറ്റിൽ ഓർ ഇൻട്രസ്റ്റ് ടു or in immovable property except in so far as it entitles the holder to the security afforded by a registered instrument whereby the society has mortgaged, conveyed or otherwise transferred the whole or part of its immovable property or any interest therein to trustees upon trust for the benefit of the holders of such debentures, or C. any endorsement upon or transfer of any debenture issued by any such society. രണ്ടാമതായി പറയുന്നത് സൊസൈറ്റി പുറത്തിറക്കുന്ന ഡിബഞ്ചറുകൾ. അവ ഇമ്മൂവബിൾ പ്രോപ്പർട്ടി സംബന്ധിച്ച ഏതെങ്കിലും അവകാശം, പദവി, അത് താൽപ്പര്യം സൃഷ്ടിക്കപ്പെടുന്നതാവാം, താൽപ്പര്യം പ്രഖ്യാപിക്കപ്പെടുന്നതാവാം, ഇനി കൈമാറ്റം ചെയ്യുകയോ പരിമിതപ്പെടുത്തുകയോ ഇല്ലാതാക്കുകയോ ചെയ്യുന്നില്ലെങ്കിൽ ഈ നിർബന്ധിത രജിസ്ട്രേഷൻ ഇതിനൊന്നും ബാധകമല്ല. എന്നാൽ രജിസ്റ്റർ ചെയ്ത രേഖ, അതായത് രജിസ്റ്റേർഡ് ഇൻസ്ട്രുമെൻ്റ് വഴി സൊസൈറ്റി തൻ്റെ സ്ഥാവര സ്വത്തിൻ്റെ, അതായത് ഇമ്മൂവബിൾ പ്രോപ്പർട്ടിയുടെ മുഴുവനോ ഭാഗികമോ ആയ അവകാശം, ഉടമസ്ഥതാവകാശം, താൽപ്പര്യം, അതായത് ഇൻട്രസ്റ്റ്, അതിലുള്ള ആ ഷെയർ മറ്റൊരാൾക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് മോർട്ട്ഗേജ്ഡ്, കൺവേയ്ഡ് ഓർ ട്രാൻസ്ഫേർഡ്, അങ്ങനെ അല്ലെങ്കിൽ അത് ട്രസ്റ്റിമാർക്ക് കൈമാറിയിട്ടുണ്ടെങ്കിൽ, അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ ഡിബഞ്ചറുകളുടെ ഉടമകളുടെ ഗുണത്തിന് വേണ്ടിയിട്ട് അങ്ങനെ നൽകിയിട്ടുണ്ടെങ്കിൽ അത്തരം സാഹചര്യങ്ങളിൽ മാത്രം രജിസ്റ്റർ ചെയ്ത രേഖ അത് ഉണ്ടായിരിക്കണമെന്നുള്ളതാണ്. ഇനി മൂന്നാമതായി പറയുന്നു, സൊസൈറ്റി പുറത്തിറക്കുന്ന ഡിബഞ്ചറുകളുടെ എന്തെങ്കിലും എൻഡോഴ്സ്മെൻറ്റുകൾ അല്ലെങ്കിൽ അത്തരം ഡിബഞ്ചറുകളുടെ കൈമാറ്റങ്ങൾ, ട്രാൻസ്ഫർ, ഇവയ്ക്കും നിർബന്ധിത രജിസ്ട്രേഷനൊന്നും ആവശ്യമില്ല. സിമ്പിളായി പറയുവാണെങ്കിൽ
സൊസൈറ്റി പുറത്തിറക്കുന്ന ഡിബഞ്ചറുകൾ അവ ഇമൂവബിൾ പ്രോപ്പർട്ടീസിനെ ബാധിക്കാത്തതാണെങ്കിൽ രജിസ്റ്റർ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഡിബഞ്ചറുകളുടെ എൻഡോഴ്സ്മെൻറ്റിനും കൈമാറ്റത്തിനും രജിസ്ട്രേഷൻ ആവശ്യമില്ല എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ഇനി നമുക്ക് ബുള്ളറ്റ് പോയിൻറ്റ്സ് ആക്കിയിരിക്കുന്നത് നോക്കാം. സെക്ഷൻ 41 എക്സംഷൻ ഫ്രം കമ്പൽസറി രജിസ്ട്രേഷൻ ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ്. അതിൻ്റെ ആപ്ലിക്കബിലിറ്റിയെക്കുറിച്ച് പറയുന്നത് ക്ലോസസ് ബി ആൻഡ് സി ഓഫ് സെക്ഷൻ 17 സബ്സെക്ഷൻ 1 ഓഫ് ദ ഇന്ത്യൻ രജിസ്ട്രേഷൻ ആക്ട് 1908 ആൻഡ് സെക്ഷൻസ് 54 ആൻഡ് 59 ഓഫ് ദി ട്രാൻസ്ഫർ ഓഫ് പ്രോപ്പർട്ടി ആക്ട് 1882 do not apply to certain instruments of societies. Exempted instruments ആണ് any instrument relating to shares in a society even if society's assets include immovable property. Next, any debentures issued by a society that do not create or transfer rights in immovable property except when mortgaged or conveyed through a registered instrument. Next, any endorsement upon or transfer of debentures issued by a society. ഇനി നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിലെ ക്വസ്റ്റിൻ്റെ ആൻസേഴ്സ് നോക്കാം. പന്നിയൂർ ഈസ് കണക്റ്റഡ് വിത്ത് വിച്ച് ക്രോപ്പ്? ആൻസർ ഈസ് പെപ്പർ. നെക്സ്റ്റ്, മീനിങ് ഓഫ് ആംബിൾ. ആൻസർ സ്പേഷ്യസ്, വിശാലമായ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എ മാൻ gets a discount of 30% and then 20% on his food bill of rupees 1,250. How much amount does he has to pay? അതായത് ഒരാൾ ഭക്ഷണം കഴിച്ചതിൻ്റെ ബില്ല് പേ ചെയ്തപ്പോൾ ആദ്യം 30% ഡിസ്കൗണ്ട് കിട്ടി, അതിനുശേഷം 20% ഡിസ്കൗണ്ട് കിട്ടി. അങ്ങനെയാണെങ്കിൽ അദ്ദേഹം എത്ര രൂപ പേ ചെയ്യണമെന്നുള്ളതാണ്. ഇത് നമ്മൾ 1250 30% കണ്ട് അതിനെ ആദ്യം കുറയ്ക്കണം. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? ആ 30% എന്ന് പറയുന്നത് 375 ആണ്. 1250 നിന്ന് 375 കുറച്ചാൽ 875. ഇനി 875 നിന്നും 20% വീണ്ടും കുറയ്ക്കണം. 20% എന്ന് പറയുന്നത് 175 ആണ്. അത് കുറയ്ക്കുമ്പോൾ 700 കിട്ടും. അപ്പോൾ ആ എമൗണ്ടാണ് അദ്ദേഹം കൊടുക്കേണ്ടത്. ഇത് വേറൊരു രീതിയിലും കാണാൻ പറ്റും. അതായത് 1250 ഇൻറ്റു 70%. അതായത് അയാൾ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള എമൗണ്ടാണല്ലോ കൊടുക്കേണ്ടത്. അപ്പോൾ 70%ഉം പിന്നെ അതിൽ നിന്നുള്ള 80% അത്രയേ കൊടുക്കേണ്ടതുള്ളൂ. അപ്പോൾ ആ എമൗണ്ട് കണ്ടുപിടിക്കുക. അതും 700 തന്നെയാണ്. അപ്പം ആൻസർ 700. അത്രയുമാണ് അദ്ദേഹം പേ ചെയ്യേണ്ടത്. ഇനി യുവർ ടേൺ ടു ആൻസർ. ക്വസ്റ്റ്യൻ നമ്പർ 1, ഹൂ റോട്ട് ദ ഫേമസ് ബുക്ക് വി ദ പീപ്പിൾ? നെക്സ്റ്റ്, മീനിങ് ഓഫ് പ്രൊക്ലെയിം. Next, find the next time. 3F, 6G, 11I, 18L and dash. Leave your answer in the comment box and stay tuned for the next episode. Thank you.